രണ്ട് ടൈപ്പ് കഥാപാത്രത്തിന് ഒരേ സമയം ഡബ് ചെയ്യണം. ചിലപ്പോൾ എനിക്കൊന്ന് ഈ സ്റ്റുഡിയോ അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കും ഡബ്. ഒരു ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? നേരെ ഓടംകുതിരയിലേക്ക് പോയിട്ട്. അപ്പൊ അവിടെ ആ മോഡുലേഷൻ വലിയ രീതിക്ക് ചേഞ്ച് വരുത്തണം. അതൊരു ചലഞ്ചായിരുന്നു. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സൗണ്ട് കേട്ട് അതിനനുസരിച്ച് ഞാൻ അതിനോട് അക്ലിമറ്റൈസ് ചെയ്യാന്നുള്ളതായിരുന്നു അത്. ആക്ച്വലി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഞാൻ പറഞ്ഞ അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തായിരുന്നു വോയിസ് ടെക്സ്ചർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് ഇടക്കങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട്. ആ മാറ്റം വരുമ്പോൾ എന്താ ചെയ്യണത്? മാറിപ്പോവാറുണ്ട്. മാറ്റം വരുമ്പം ഡയറക്ടർമാർ അവിടെ ഇരിക്കുമായിരിക്കുമല്ലോ, അവരെന്ത് പറയും? ഓടംകുതിരയില് ആക്ച്വലി അങ്ങനെ പറഞ്ഞപ്പോ ഇത് മറ്റേ ക്യാരക്ടറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്, ഇത് മറ്റേ ലോക്കൽ ക്യാരക്ടറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ലോക്കൽ ആക്ച്വലി കുറച്ച് ബേസ് വോയിസിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കല്യാണി സംസാരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിരുന്നു. നിതിനത് കുറച്ച് ഹൈ പിച്ച്ഡാ. അപ്പം രണ്ടും രസമാണ്.